പാട്ടും താളവുമെല്ലാം ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയവരാണിവർ. നട്ടലിനേറ്റ ക്ഷതം മൂലം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാൻ തീരുമാനിച്ചവർ. അവരെ കൈപിടിച്ച് പുറംകാഴ്ചകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു സംഘാടകർ. അങ്ങനെ അവർ വേദനകൾ മറന്ന് ഒപ്പം പാടി. ക്യാമ്പിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഏത് സമയത്ത് എന്തിനു വിളിച്ചാലും ഒരുപാട് മാനുഷിക കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഈ ക്യാമ്പിൽ ലഭിക്കുന്നുണ്ട്. 2 ദിവസമായി നടന്ന സ്നേഹസംഗമത്തിൽ 60 പേർ പങ്കെടുത്തു. ഇവരെ ക്യാമ്പിലെത്തിക്കാനും പരിചരിക്കാനുമെല്ലാം നെസ്റ്റിന്റെ കീഴിലുള്ള ക്യാമ്പസ് ഇനീഷ്യേറ്റീവിലെ 150 വിദ്യാർത്ഥികളും. ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത ആളുകളെ കൂടെ അവർ പാടുകയും അതവർക്ക് വലിയൊരു അനുഭവമാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാർ ക്യാമ്പ് ഫയർ എന്താണ്, ഇതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായി അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. പുറം ലോകത്തെ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലെത്താമെന്ന് ഇവർക്കറിയാം. കാരണം കുറച്ചാളുകൾ ഇവർക്ക് തണലായി ഒപ്പമുണ്ട്. ആ സന്തോഷത്തിലാണ് ക്യാമ്പിൽ നിന്നും മധുവും ജാഫറും സാബിറയും അടക്കമുള്ളവർ മടങ്ങിയത്. റോബിൻ ബിയാറിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.